ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പൂണ്ടി എന്ന ഗ്രാമത്തിനെ കുറിച്ചാണ്. കൊടൈക്കനാലിൽ നിന്ന് ഒരു 48-50 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് പൂണ്ടി എന്ന ഗ്രാമത്തേക്ക് എത്താം. ഇത്രയും ദൂരം സഞ്ചരിച്ച് എന്ത് കാണാനെന്നല്ലേ നമുക്ക് വഴിക്കിടെ വിഷ്വൽസ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഈ ഒരു ചായക്കട കണ്ടില്ലേ, പ്രകൃതിയാൽ ചുറ്റപ്പെട്ടത് കൊണ്ട് ഭയങ്കരമായിട്ട് ജനത്തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഒരു മനോഹരമായിട്ട് കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ തന്നെയാണ് വൻ രസം തന്നെയാണ്. കൊടൈക്കനാലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കാണേണ്ട കുറച്ച് സ്ഥലങ്ങൾ തന്നെയാട്ടാ. പൂണ്ടി, ക്ലാവര, മന്നവന്നൂര്, ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യട്ടാ. പൂണ്ടി എന്ന ഗ്രാമത്തേക്ക് പോകുമ്പോൾ വെസ്റ്റ് കാണുന്ന ഗ്രാമമാണ് പൂമ്പാറ. ഇതിന്നുള്ള വിഷ്വലും കണ്ടില്ലേ, ഒരു രക്ഷയില്ല. ചുറ്റും മലകളും കുന്നും, അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ കൊച്ചൊരു ഗ്രാമവും. കൂടുതലും അവിടെ വരുമാനമാർഗം കൃഷിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ടൂറിസ്റ്റുകാരൊക്കെ വരുന്നത് അവർക്ക് ഉപജീവന മാർഗമാണ്. ഓരോരുത്തർ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അവരെ കൃഷി തന്നെയാണ്. കൊടൈക്കനാലിൽ ഇങ്ങനെ ഒരു ഉള്ളിലേക്കുള്ള ഒരു റൂട്ട് മനസ്സിൽ നല്ല രീതിയിൽ പതിയുന്ന ഒരു റൂട്ട് തന്നെയാണ്. ചുറ്റും കാടാൽ ചുറ്റപ്പെട്ടത് കൊണ്ട് യാത്ര ഒരു മനോഹരം തന്നെ. പ്രകൃതി ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇതൊക്കെ തന്നെയാട്ടാ. കാടും മലയും കുന്നും ഇതുപോലെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച പൂണ്ടിയിൽ തന്നെയാട്ടാ. പിന്നെ പൂണ്ടിയെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. കൊടൈക്കനാൽ മാത്രമല്ല ബ്ലോക്ക്, പൂണ്ടി, ക്ലാവര എന്നീ ഭാഗങ്ങളൊക്കെ നല്ല ബ്ലോക്കാണ്. ടൂറിസ്റ്റ് സ്ഥലം ആയതുകൊണ്ടും ഫേമസ് ആയതുകൊണ്ടും നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ബ്ലോക്കൊക്കെ താണ്ടി പൂണ്ടി എന്ന ഗ്രാമത്തിൽ എത്തി. നമ്മളെ വരവേൽക്കാനായിട്ട് നോക്കിയേ, സൺസെറ്റ് എന്ത് രസാലേ. മഴക്കാരും സൺസെറ്റ് ആയിട്ട് ആ പൂണ്ടീനെ എന്ത് മനോഹരമായിട്ടാണെന്നറിയോ കാണുന്നത്. പൂണ്ടി എന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ നോക്കിയാൽ ഭക്ഷണത്തിനെ കുറിച്ച് യാതൊരു ടെൻഷൻ വേണ്ട കേട്ടോ. നമ്മുടെ തൃശ്ശൂരാര ഹോട്ടലാണിത്. ഇവിടെ അൽഫാം, മന്തി, ഫ്രൈഡ് റൈസ് എല്ലാ രീതിയിലും ഫുഡും കാര്യങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ റൂമിൽ ഇരിക്കുന്ന സ്ഥലം നമുക്ക് പരിചയപ്പെടാം. നമ്മൾ എത്തിയ സമയത്തിന് നേരം വൈകിയാലും നമ്മൾ റൂമിലേക്ക് എത്തിയപ്പോൾ തന്നെ നല്ല രീതിയിൽ തണവുണ്ട് കേട്ടോ. തണവിനെ കുറിച്ചൊരു കോംപ്രമൈസ് ഇല്ല. അതുപോലെ തന്നെ നല്ല അമ്പിളിമാവൻ്റെ ഇടയ്ക്ക് രണ്ട് കൊച്ചൊരു വീട്. അങ്ങനെ ഉറക്കമൊക്കെ പാസ്സാക്കി രാവിലെ എനിക്ക് ഒരു മോർണിംഗ് വാക്ക് പോകണം. വേറെ ഒന്നല്ല, ചായ കുടിക്കാനാണ്. പിന്നെ ഈ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിലാണ് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് വന്നാൽ നന്നായിരിക്കും. ഈ പൂണ്ടി ഭാഗങ്ങളിലൊക്കെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യമാട്ടോ. എന്താ വെച്ചാൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ടെൻറ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. റൂമൊക്കെ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബുക്ക് ചെയ്ത് വരണമായിരിക്കും ഏറ്റവും നല്ല കാര്യം. രാവിലെ എനിക്ക് ചായ കുടിക്കാൻ പോകുമ്പോൾ കണ്ട കാഴ്ചകളാണ്. പൂണ്ടി എന്ന ഗ്രാമം രാവിലെ എനിക്ക് കാണുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഇതുപോലെ തട്ടുതട്ടായ കൃഷിയിടങ്ങളും അമ്പലങ്ങളൊക്കെ ആയിട്ട് പൂണ്ടി എന്ന ഗ്രാമം പ്രത്യേക ഭംഗിയിലാട്ടം നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു 50 കൊല്ലം പിറകോട്ട് എന്തായാലും പോകും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആട്ടോ ഓർമ്മ വരാം. രാവിലെ തന്നെ ചായക്ക് ഇത്രയും തിരക്കോ? പിന്നെ ഇവിടുത്തെ ചായ കുടിച്ചപ്പോഴാണ് മനസ്സിലായി ഇവിടുത്തെ തിരക്ക് എന്താണ്. പ്രത്യേക ടേസ്റ്റ് തന്നെയാട്ടോ. ഏലക്കായ പൊടിച്ചിട്ടൊക്കെ ചായ കിട്ടണത്, അത് ഈ തണുപ്പത്ത് കുടിക്കാനായിട്ട് ഒരു രക്ഷയില്ലാട്ടോ. അവിടെ പൂണ്ടി സെന്ററിൽ തന്നെയാട്ടോ ഈ ചായക്കട വരുന്നത്.
റൂമിനോട് ചേർന്നത് ഒരു ചെറിയ ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കാൻ പറ്റുമോ, ഒരു എന്റർടൈൻമെന്റ് ആയിട്ടൊക്കെ തന്നെ ഈ റൂമിന്റെ അവിടെ ഇരിക്കാട്ടാ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞത് നമ്മ റൂം വെക്കേറ്റിന്റെ ടൈമായി. 10 മണിക്ക് നമ്മ റൂം വെക്കേറ്റ് ചെയ്യണം. നമുക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് പോകേണ്ട സ്ഥലമാണ് ക്ലാവര. ക്ലാവരയിൽ എത്തിയിട്ട് വേണം ബാക്കിയുള്ള വിഷ്വൽസുകൾ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ക്ലാവരയിൽ എത്തിയിട്ടാ. നോക്കിയേ, തട്ടായുള്ള കൃഷിയിടങ്ങളും അതുപോലെ ഈ ഗ്രാമഭംഗിയും. പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോഴാണ് ക്ലാവര എന്ന ഈ ഗ്രാമത്തിനെ കുറിച്ച് അറിയുന്നത് കേട്ടാ. അതുപോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരാളെ അതിശയമായി കണ്ടു. ആളെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയത്. ക്ലാവര ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുമ്പോൾ കണ്ട കാഴ്ച, ഇതുപോലെ വരയ്ക്കാനൊക്കെ കഴിവുള്ള ഒരാളോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടുകാരൻ തന്നെയാട്ടോ. പക്ഷെ ഇയാൾ ബിസിനസ്സൊക്കെ വിട്ട് കുറെ നാളായി, ഒരു 5-6 കൊല്ലമായി ഈ പൂണ്ടി എന്ന ഗ്രാമത്തിൽ ചുറ്റിപ്പെട്ട് നിൽക്കുന്നു. ക്ലാവരയിലാണ് ഇയാളെ ഹോം സ്റ്റേ നടത്തുന്ന സ്ഥലങ്ങൾ. പക്ഷെ ഇയാൾ ടെന്റ് പരിപാടിയൊക്കെ ഇത് അവൈലബിൾ ആക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ ഇതുപോലെ വരയ്ക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ. ആള് കുറെ ആർട്ടിഫിഷ്യലായി ചിന്തിച്ചു കൂട്ടി വരച്ചിരുന്ന കുറെ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഇയാൾ കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇതിന്റെ അഡ്രസ്സും കാര്യങ്ങളായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് മനസ്സ് ഫ്രീ ആവുന്ന സമയത്ത് എന്താണോ മനസ്സിൽ വരുന്നത് അത് നമുക്ക് ക്യാൻവാസിൽ കൊടുക്കും. അപ്പൊ തന്നെ അതിന്റെ സ്കെച്ച് ഇടും. എല്ലാം എന്തൊക്കെയാ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇത് ഫുൾ ഫോറസ്റ്റ്. ഇതില് മാനുണ്ട്. മാൻ ഇവിടെ മിസ്സായതാ. ഒരു മാനുണ്ടാക്കി വെച്ചിട്ട് ഇതിലൊരു കിളി വന്നിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഇലകള് വരും. ഇതൊക്കെ എന്ത് റേറ്റ് വരും? ഇതൊരു 30,000 അത്ര വരും. 30 അല്ലേ? അത്ര ചെറിയ വർക്കുള്ളൂ. പക്ഷെ ഇത് അതുപോലെയല്ല പെയിന്റിങ്. 2-2.5 വർഷം. ഇപ്പോഴും ഓൾമോസ്റ്റ് സൈൻ ചെയ്യാത്ത എല്ലാ ഡ്രോയിങ്സും ഇൻകംപ്ലീറ്റഡാ. ആകെ 3-4 ഡ്രോയിങ്സ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇതാണ് ആ ചേട്ടന്റെ ബ്രാൻഡ് നെയിം. ഈ ചേട്ടനെ കാണുന്ന വെച്ചാൽ ക്ലാവര ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടെ പോയാലാണ് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ ക്ലാവര വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ശരവണഞ്ഞാന്റെ ഹോട്ടൽ. ഇവിടെ വന്ന ഇഡ്ഡലിയും സാമ്പാറും ഫേമസ് ആണ് കേട്ടോ. നമ്മുടെ മോർണിംഗ് ഒക്കെ ഹോട്ടലിലേക്ക് ഇവിടെ പാർസൽ പോകുന്നത് ഇവിടെ നിന്നാണ്. സൂപ്പർ ഇഡ്ഡലിയും സാമ്പാറാണ്. റേറ്റും ഭയങ്കര തുച്ഛമാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചത് ക്ലാവരയിൽ നമ്മൾ ഇറങ്ങാണ്. ഇതുപോലെ ലാസ്റ്റ് ഒരു ഗ്രാമമാണ് നമ്മുടെ ക്ലാവര. ഇതുപോലത്തെ പ്രകൃതി ഭംഗിയായി ചുറ്റപ്പെട്ട ഈ ഒരു സ്ഥലം കാണാനായിട്ട് ഇനിയും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊടൈക്കനാൽ മാത്രമല്ല, പൂണ്ടിയും ക്ലാവരയും മന്നവന്നൂരും ഒക്കെ കണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടില സ്ഥലമാണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് മുന്നിൽ എല്ലാവർക്കും ബൈ ബൈ.